ടി രമേശ്, ഇവിടെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു പാഷന്റെ കാര്യം പറയുന്നു. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊതിയോടുകൂടി സ്നേഹത്തോട് ചെയ്യുന്ന ഒരു ജോലി. പാഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ നമ്മുടെ ശ്രീ വി എസ് ജിതിൻദേവ് പറഞ്ഞ പോലെ ഇതൊരു പ്രശ്നമായി തോന്നാത്ത BLOമാർ ഉണ്ട് എന്നാണല്ലോ താങ്കളും പറഞ്ഞത്. അപ്പോൾ അനീഷ് ജോർജ് മരിക്കാൻ കാരണം ഈ പാഷനില്ലായ്മയാണോ? ഈ പറയുന്ന മനുഷ്യന്മാർ കഷ്ടപ്പെട്ട് ഈ പറയുന്ന പരിദേവനങ്ങൾ പറയുന്നത്, രാവിലെ ഇറങ്ങി കഷ്ടപ്പെടുന്നത്, സ്ത്രീകളുടെ മൂത്രമൊഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അവരുടേതായ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാവാൻ പറ്റുന്നില്ല എന്ന് കരഞ്ഞു പറയുന്നതൊക്കെ താങ്കൾ പറയുന്ന ആ പാഷനില്ലായ്മയാണോ ശ്രീ ടി രമേശ് പ്രശ്നം? നമ്മൾ ഈ മേഖലയെ കക്ഷി രാഷ്ട്രീയപരമായി കൊണ്ടുപോയിക്കൂടാ. BLO എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഏതെങ്കിലും ഒരു ഇടതുപക്ഷം വലതുപക്ഷം BJP ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ ചർച്ചകൾ കൊണ്ടുപോയിക്കൂടാ. BLO എന്നുള്ളത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത ഈ കൂട്ടായ്മ ട്രേഡ് യൂണിയൻ സംഘടനയല്ല. 1955 ട്രാവൻകൂർ കൊച്ചിൻ സയൻറ്റിഫിക് കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കൂട്ടായ്മയാണ്. അത് എല്ലാ ആളുകളും ഇതിലുണ്ട്. എല്ലാ ആളുകളെയും ഒരു കുടക്കയിൽ അണിനിരത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ 25,149 BLOമാർ മാത്രമേ വേണ്ടതുള്ളൂ. കേരളത്തിൽ 5 ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട്, 7 ലക്ഷം റിട്ടയർഡ് പെൻഷനർമാരുണ്ട്, 1 ലക്ഷത്തിനടുത്ത് അംഗൻവാടി ടീച്ചർമാരുണ്ട്. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക വളണ്ടറി BLO എടുക്കാൻ വേണ്ടി 25,000 ആളുകളെ നമുക്ക് കിട്ടൂലേ? എന്തിനാ ഈ ഡ്യൂട്ടിക്ക് താല്പര്യമില്ലാത്ത, പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ആളുകളെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കേണ്ട കാര്യം എന്താണ്? ഇതിൽ ശാരീരിക പ്രയാസം ഇല്ലാത്ത ആളുകളെ, വില്ലിങ് ആയ ആളുകളെ നമ്മളൊക്കെ ഇപ്പോഴും BLO ഡ്യൂട്ടി പുറത്തായിട്ടും BLO ഡ്യൂട്ടി നമ്മളെ പ്രദേശത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള BLOയോടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് BLO പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അത്തരത്തിൽ ആളുകളെ കണ്ടെത്തി നിങ്ങൾ എന്തിനാണ് ഒരു സുപ്രഭാതത്തിൽ അവരെ ഒഴിവാക്കി കൊണ്ടുപോകുന്നത്? 27 ആളുകളെ ഈ രീതിയിൽ എടുക്കാൻ വേണ്ടി കഴിയില്ലേ? ആ രീതിയിൽ നമ്മൾ പ്രവർത്തനം ഏറ്റെടുത്തു ഇത് വിജയിപ്പിച്ചെടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം നമ്മൾ വിട്ടുനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ അത് കേരളത്തിലെയും ബീഹാറിലെയും എന്താണ് അതിന്റെ ഭൂപ്രദേശങ്ങൾ തമ്മിൽ താരതമ്യങ്ങളില്ല. ഗ്രാമങ്ങളും ഉൾഗ്രാമങ്ങളും താരതമ്യങ്ങളില്ല. മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ താരതമ്യങ്ങളില്ല. ജനസംഖ്യയിൽ താരതമ്യങ്ങളേ ഇല്ല. അവിടെയും ഈ പ്രശ്നം തന്നെയാണല്ലോ. അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് നടന്നല്ലോ, അല്ലെങ്കിൽ മറ്റേ സംസ്ഥാനം നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ മാത്രം പ്രശ്നം എന്താ എന്ന് കമന്റ് ബോക്സിലടക്കം പലരും ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി എന്താണ് ശ്രീ രമേശ്? അതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത് നമ്മുടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് ഇത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പോവുക. പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളല്ല ഇത്. നമ്മളെ ഈ കൃത്യമായ വോട്ടർ പട്ടിക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമല്ലേ? അതിനാവശ്യമായ സഹായങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങൾ, പരിശീലനങ്ങൾ, അതിന് സന്നദ്ധതയുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഡ്യൂട്ടി നിശ്ചയിപ്പിച്ച് കൊടുക്കണം. ആരോഗ്യമുള്ള പെൻഷനർമാർ, സന്നദ്ധതയുള്ള ആളുകൾ, ഇപ്പം അവർ പെൻഷൻ വാങ്ങുന്നത് ട്രഷറി ശമ്പളത്തിലല്ലേ? അപ്പോൾ അവരെ ഏതെങ്കിലും രീതിയിൽ മറ്റു രീതിയിൽ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക. ഇലക്ഷൻ കമ്മീഷന് ആ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയെടുക്കാൻ വേണ്ടി കഴിയില്ലേ? അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ തുമ്പിയെ കല്ലെടുപ്പിക്കുന്ന പോലെ പറ്റാത്ത ആളുകളെ കൊണ്ട് ഇതുമായി പ്രോസസ്സുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് BLO കൂട്ടായ്മയുടെ. ഇത് ആർക്കും മനസ്സിലാവുന്ന പ്രശ്നങ്ങളാണ്. ഇത് പ്രാക്ടിക്കൽ അല്ല, ഒരു മനുഷ്യസാധ്യമായ പണിയല്ല. ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോഴാണ് അവർക്ക് ഓരോ മണിക്കൂർ വെച്ച് ഫോൺ വിളിക്കുക, ഓരോ രാവിലെ ഉച്ചയ്ക്ക് വേണ്ടി എക്സൽ ഷീറ്റ് ഇട്ട് കൊടുക്കുക, വൈകിട്ട് ടാർജറ്റ് ഉണ്ടാക്കുക. പാവങ്ങൾ രാത്രി 3:30 ഇരുന്ന് പണിയാണ്, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പണിയാണ്. അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ അനീഷ് ജോർജിന്റെ അവസ്ഥയുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.